സ്ത്രീ ഉണ്ടാകണം. കൈകേയിയായിരുന്നു ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർക്ക് വേണ്ടി പോരാടിയ ദശരഥ മഹാരാജാവിൻ്റെ തേര് തെളിച്ചത് ഡ്രൈവർ ഭാര്യയായിരുന്നു. ആ യുദ്ധത്തിൽ മുറിവ് പറ്റി. നമ്മൾ എവിടെയോ കേട്ട കഥയില്ലല്ലേ, ചക്രമൊക്കെ ഊരി തെറിച്ചു പോയി വിരൽ വെച്ചു കൊടുത്തു, ഒക്കെ ഉപകഥകളായിട്ട് വന്നതാ, രാമായണത്തിൻ്റെ ഭാഗമല്ല അതൊന്നും. ആ യുദ്ധത്തിൽ മുറിവ് പറ്റിയപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി ദശരഥന്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിക്ക് വാക്കുകളുടെ ആത്മവിശ്വാസമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് വാക്കുകൾ വാണിയാണ്, വാണിയെ സരസ്വതി എന്ന് പറയും. വീട്ടിൽ വാക്കുപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എങ്ങനെ വീട്ടിൽ കലഹിക്കാം? സബ്ജക്റ്റ് ഓറിയൻ്റ് ആയിരിക്കണം കലഹം. അതായത് നിങ്ങൾ ചക്കയെക്കുറിച്ചാണ് കലഹം വീട്ടിൽ തുടങ്ങിയതെങ്കിൽ അത് ചക്കയിൽ തുടങ്ങി, ചക്കയിൽ തുടർന്ന് ചക്കയിൽ തന്നെ അവസാനിപ്പിക്കണം. ഇത് തുടങ്ങിയ ചക്കയിലായിരിക്കും, പക്ഷെ മാങ്ങ, ചേമ്പ്, ചേന, ചുണ്ണാമ്പ് ഇങ്ങനെ പലതിലൂടെ കടന്നു വന്ന് ടോട്ടൽ അരമണിക്കൂർ കലഹം കഴിഞ്ഞാൽ മനസ്സിനെ മുറിവേൽപ്പിച്ച ഒരു 5-10 വാക്കുകൾ അതിലുണ്ടാവും, മറക്കാൻ പറ്റാത്ത വാക്കുകൾ. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വീണ് കിടക്കുന്ന ദുര്യോധൻ്റെ തുടയ്ക്ക് വീണ്ടും വീണ്ടും ഗദ കൊണ്ടിടിച്ചിടിച്ചിടിച്ച് ചമ്പന്തി പരുവത്തിലാക്കിയാണ് ഭീമൻ. ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചു, എന്തേ മോനെ ഇവനോട് ഇത്ര വെറുപ്പ് നിനക്ക്? അപ്പോൾ പറഞ്ഞു, ഭഗവാനെ കൃഷ്ണ, ഇവൻ എൻ്റെ ഭാര്യ ദ്രൗപദിയോട് പറഞ്ഞു ഈ തുടയിൽ വന്നിരിക്കടിയെന്ന്. കൗരവ രാജസദസ്സിൽ വെച്ച് ഭാര്യയെ പണം വെച്ച് കളിച്ചില്ല ഒരാള്. അപ്പോൾ ഈ തുടയിൽ വന്നിരിക്കുവാൻ ഏട്ടൻ്റെ ഭാര്യയോട് പറഞ്ഞു. അതുകൊണ്ട് ഇവൻ്റെ തുട ഞാൻ ബാക്കി വെച്ചേക്കില്ല. എന്നിട്ട് ഭീമൻ പറയുന്നൊരു ഫിലോസഫി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. നമ്മുടെ കുടുംബ ഭദ്രതയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വചിന്തയാണ് ഭീമസേനൻ. അങ്ങനെ വലിയ തത്വചിന്തയൊന്നും പറയുന്ന ആളല്ല, ഭക്ഷണത്തിൻ്റെ ആളാണ്. പക്ഷെ വലിയൊരു ഫിലോസഫി, തത്വചിന്ത ഭീമൻ പറഞ്ഞു. അത് ഇതാണ്, ഭഗവാനെ, വാളുകൊണ്ടുള്ള മുറിവ് വേഗമുണങ്ങും, വാക്കുകൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. ഇത് ശരിയാണോ? എന്താ അഭിപ്രായം? ശരിയാണ്. വാളുകൊണ്ടുള്ള മുറിവ് വേഗമുണങ്ങും, വാക്കുകൊണ്ടുള്ള മുറിവ് ഒരിക്കൽ ഉണങ്ങില്ല. അങ്ങനെ ചില വ്യക്തികൾ നമ്മളെ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും വാക്കുകൊണ്ട്. നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം നമ്മൾ ആരൊക്കെ മുറിവേൽപ്പിച്ചു എന്ന്. മുറിവേറ്റത് മറക്കുവാനും മുറിവേൽപ്പിച്ചതിന് പ്രായശ്ചിത്തവും. ഒരു കുടുംബ ഭദ്രതയ്ക്ക് ഒന്നാമത്തെ കാര്യം അതാണ്, മുറിവേറ്റത് മറക്കുക, മുറിവേൽപ്പിച്ചതിന് പ്രായശ്ചിത്തം. അച്ഛനോട് പറയാൻ പാടില്ലാത്ത വാക്ക് പറഞ്ഞു പോയി എങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. മാതാപിതാക്കളോട്, അച്ഛനോട് അമ്മയോടും പറയാൻ പാടില്ലാത്ത, അച്ഛനും അമ്മയ്ക്കും നിരക്കാൻ പറ്റാത്ത വാക്ക്, അച്ഛനോട് അമ്മയോട് കലഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കാരണം അവർക്കെല്ലാം നമ്മളോട് ക്ഷമിക്കാൻ കഴിയുമോ? അപ്പോൾ അച്ഛനും അമ്മയ്ക്കും പൊറുക്കാൻ, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വാക്ക് വായിൽ നിന്ന് വീണുപോയി എങ്കിൽ പ്രായശ്ചിത്ത കർമ്മം. മഹാദേവ ക്ഷേത്രങ്ങളിൽ ശയന പ്രദക്ഷിണം, മഹാക്ഷേത്രങ്ങളിൽ, ദേവക്ഷേത്രമല്ല കേട്ടോ, മഹാക്ഷേത്രങ്ങളിൽ ശയന പ്രദക്ഷിണം. ഈ ശയന പ്രദക്ഷിണം ചെയ്യുമ്പോൾ അച്ഛനോട് പറഞ്ഞ വാക്ക് എന്ത് സംഭവിക്കും? അമ്മയോട് പറഞ്ഞു 10 കൊല്ലം മുമ്പ്, അമ്മ മരിച്ചും പോയി. ഇനി ഞാനിവിടെ വന്നിട്ട് ശയന പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഇപ്പം എന്താ കാര്യമുള്ളത്? ഞാൻ ശയന പ്രദക്ഷിണം ചെയ്യുമ്പോൾ എൻ്റെ ശരീരത്തിന് ഞാൻ പീഡ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ മനസ്സ് റിലാക്സ് ആവും, എൻ്റെ മനസ്സിൽ നിന്ന് കുറ്റബോധം പതുക്കെ പതുക്കെ ഒഴിഞ്ഞു വരും. കുടുംബ ഭദ്രതയ്ക്ക് നാം ഒന്നാമതായി ചെയ്യേണ്ടത് നമ്മളാൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോയ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തത്തെ ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതിന് പ്രായമൊന്നും ഒരു പരിധിയല്ല. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഇക്കഴിഞ്ഞ ജീവിത കാലയളവിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് നമ്മൾ ആരോടാണോ മാപ്പ് പറയേണ്ടത് അത് മാപ്പ് പറഞ്ഞാൽ നമ്മൾ റിലാക്സ് ആവും. ഭർത്താവും ഭാര്യയും കലഹിച്ചു, പോരിഞ്ഞ കലഹായിരുന്നു. ഭാര്യ വീട്ടിലും ഭർത്താവ് ഓഫീസിലേക്ക് പോയി. എന്താ സംഭവിക്കുക? അന്ന് അയാൾ ഓട്ടോറിക്ഷക്കാരനോട് കലഹിക്കും, ബാങ്കിലാണെങ്കിൽ ബാങ്കിലെ മാനേജറോടും കലഹിക്കും. കാരണം രാവിലെ 10 മിനിറ്റുണ്ടായ കലഹം അയാളുടെ ജീവിതത്തിൻ്റെ സ്വഭാവമായി മാറി അന്നത്തേത്. ഇത് സ്ഥിരം ആവർത്തിച്ചാൽ കലഹം എന്നത് ജീവിതത്തിൻ്റെ ഭാഗമായി തീരും, സംഘർഷം എന്നത് ജീവിതത്തിൻ്റെ ഭാഗമായി തീരും.
ക്രോധം എന്നത് ജീവിതത്തിൻ്റെ ഭാഗമായി തീരും. അസഹിഷ്ണുത എന്നത് ജീവിതത്തിൻ്റെ ഭാഗമായി തീരും. മനസ്സെപ്പോഴും സംഘർഷത്തിൽ തുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ കുടുംബ ഭദ്രതയിൽ ദശരഥ മഹാരാജാവ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. ഒന്ന്, ക്രോധം വർദ്ധിക്കുമ്പോൾ തീരുമാനമെടുക്കരുത്. സ്നേഹം വർദ്ധിക്കുമ്പോൾ വാക്ക് കൊടുക്കരുത്. 2 പേരായി നമ്മളെ പഠിപ്പിച്ചത്. ക്രോധം വർദ്ധിച്ചു. ദുർവാസ മഹർഷി ഒരൊറ്റ ശാപമാണ്, ദേവന്മാർക്ക് ജരാനര ബാധിച്ചു പോട്ടെ. അദ്ദേഹം കൊടുത്ത മാല ദേവേന്ദ്രൻ്റെ ആന ചവിട്ടി ഉരച്ചത് കണ്ടിട്ട് അദ്ദേഹത്തിന് വെറുപ്പ് പിടിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ദേവന്മാർക്ക് ജരാനര ബാധിച്ചു പോകട്ടെ, ക്രോധം വർദ്ധിച്ചാൽ തീരുമാനമെടുക്കരുത്. പിന്നെ എന്തൊക്കെ സംഭവിച്ചു? പാലാഴി കടയേണ്ടി വന്നു, അമൃത് പൊങ്ങി വന്നു, ഇതും എടുത്ത് അസുരന്മാർ ഓടിക്കളഞ്ഞു. അതിനിടയിൽ വാസുകി ഛർദ്ദിച്ചു, കാളകൂട വിഷം, ഭഗവാൻ അത് വിഴുങ്ങേണ്ടി വന്നു. ക്രോധം വർദ്ധിക്കുമ്പോൾ തീരുമാനമെടുക്കരുത്, സ്നേഹം വർദ്ധിക്കുമ്പോൾ വാക്ക് കൊടുക്കരുത്. കുടുംബ ഭദ്രതയ്ക്ക് 2 കാര്യം നമ്മുടെ പുരാണങ്ങൾ നമ്മെ പഠിപ്പിക്കും. ക്രോധം കൂടുമ്പോൾ എന്ത് ചെയ്യരുത്? തീരുമാനമെടുക്കരുത്. നല്ല വെറുപ്പ് പിടിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കരുത്. സ്നേഹവും പ്രേമവും ഒക്കെ കൂടുമ്പോഴോ ഒരു വാക്കും കൊടുത്തേക്കരുത്. യുദ്ധഭൂമിയിൽ വെച്ച് തന്നെ സഹായിച്ച കൈകേയിക്ക് ദശരഥ മഹാരാജ പറഞ്ഞു, 2 വരം ചോദിക്കൂ. 1 അല്ല 2. അപ്പോൾ കൈകേയി പറഞ്ഞു, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു. എൻ്റെ ഭർത്താവ് യുദ്ധഭൂമിയിൽ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ തീർച്ചയായിട്ടും കൂടെ ഫൈറ്റ് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ടാണ് എൻ്റെ പേര് സഹധർമ്മിണി എന്നാണ്. സഹധർമ്മിണി, ഭാര്യ, ഭർത്താവ്, ഹസ്ബൻഡ്, വൈഫ്, ഇതൊന്നുമല്ല ഭാരതത്തിൻ്റെ പദപ്രയോഗം. സഹധർമ്മിണി എന്നാണ്. എല്ലാ ധാർമ്മികമായ കാര്യങ്ങളും ഒന്നിച്ചു ചെയ്യേണ്ടവരാണ് ജീവിതാന്ത്യം വരെ. കഴിഞ്ഞ ദിവസം UK അവിടെയുള്ള ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. അപ്പോൾ UK-യിലുള്ള പല കുട്ടികളും പറയട്ടെ, അത് ഗംഭീരമാണ്, ഇന്ത്യ എന്തിന് കൊള്ളാം, അങ്ങനെ നമ്മുടെ നാടിനെ താറടിച്ച് കാണിച്ചുകൊണ്ട് അതിൻ്റെ നന്മ പറയുന്നവരുണ്ട്. നല്ലത്, അവർക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷേ കുറേ സമയം UK-യിൽ ഒരു കുട്ടിയോട്, UK-യിൽ കുട്ടിയല്ല, അയാൾ കുട്ടി ഉള്ള ഒരാളാണ്, ഒരച്ഛനാണ്. അപ്പോൾ അവിടെ ഒരു 10-15 വർഷമായിട്ട് അവിടെ ഉള്ള ആളാണ്. അപ്പോൾ അവിടുത്തെ കുടുംബ ഭദ്രത എങ്ങനെയാണ്? അപ്പോൾ അയാൾ പറയാണ്, പ്രായമായ ആളുകളെ മക്കൾ നോക്കുന്നൊരു സംവിധാനം അവിടെ ഇല്ല. പ്രായമായാൽ മക്കൾ പരിചരിക്കുന്നൊരു സംവിധാനം അവിടെ ഇല്ല. ഡേ കെയർ യൂണിറ്റുകളാണ്, ഓൾഡ് ഏജ് ഹോമുകളാണ്. 1. പിന്നെ മക്കളെ 12-13 വയസ്സാകുമ്പോഴേക്ക് സ്വയം പര്യാപ്തമാക്കുവാനുള്ള പരിശീലനം അവർ കൊടുക്കും, പോസിറ്റീവ്. ഒരു 12-15 വയസ്സാകുമ്പോഴേക്ക് സ്വന്തം കാലിൽ നിൽക്കുവാൻ ആവശ്യമായ ഒരു തൊഴിൽ നൽകി, പെട്രോൾ പമ്പിൽ ജീവനക്കാരനായിരിക്കുക, എന്ത് പണിക്കും മാന്യത കൊടുക്കുന്നൊരു സംസ്കാരം അവർക്കുണ്ട്, അത് പോസിറ്റീവ്. പക്ഷേ പ്രായമായ ആളുകളെ അവർ സംരക്ഷിക്കില്ല. പ്രായമായ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അവരവർ തന്നെ കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് പ്രായമായ എല്ലാവരുടെയും വീട്ടിൽ ഒരു പട്ടി ഉണ്ടാവും. ബെഡ്റൂമിലാണ് പട്ടിയെ വളർത്തുക. എല്ലാ വീട്ടിലും ഒരു പട്ടി ഉണ്ടാവും. മക്കളെക്കാൾ സ്നേഹാരോടാ? പട്ടിയോടാ. കാരണം മക്കളില്ല, മക്കളുടെ വഴിക്ക് പോയി. ഇവിടെ അങ്ങനെയല്ല. 110 വയസ്സുള്ള മുത്തശ്ശൻ മരിക്കാതിരിക്കാൻ വേണ്ടി മക്കള്, പേരക്കുട്ടികൾ, അവരുടെ മക്കളെല്ലാം കൂടി ബേബിയിലും മിംസിലും കൊണ്ടുപോയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും. ഓൾറെഡി ഇയാൾ 110 വയസ്സ് വരെ ജീവിച്ചു, ഇനിയിപ്പോൾ മുത്തശ്ശൻ മരിച്ചോട്ടെ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അതാണ് നമ്മുടെ കുടുംബ ഭദ്രത. 110 വയസ്സുള്ള മുത്തശ്ശൻ്റെ അരികിൽ 105 വയസ്സുള്ള മുത്തശ്ശി കിടന്നുറങ്ങും. അത് പ്രേമമോ കാമമോ അല്ല, സ്നേഹമാണ്. ആ സ്നേഹമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ കുടുംബ ഭദ്രതയുടെ അടിസ്ഥാനം. ഞാൻ പറഞ്ഞു വന്നത്, കൈകേയിയോട് കൊടുത്ത വാക്ക് അത് അദ്ദേഹത്തിൻ്റെ മരണത്തിനു കാരണമായി. കൈകേയി ഇത് ചോദിച്ചു, രാമൻ കാട്ടിൽ പോകണം, എൻ്റെ മകൻ ഭരതനെ രാജാവാക്കണം എന്ന് പറഞ്ഞു. തുടർന്ന് അറ്റാക്കായിട്ട് ദശരഥ മഹാരാജാവ് മരിച്ചുപോയി. അതുകൊണ്ട് വീട്ടിൽ വാക്ക് കൊടുക്കുമ്പോഴും വാക്ക് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാർ, മക്കളില്ല. 3 ഭാര്യമാരിലും മക്കളില്ല. മക്കളില്ലാത്തത് വലിയ ദുഃഖമാണ്. മക്കൾ ശരിയായി വളർന്നില്ലെങ്കിൽ അതിലും വലിയ ദുഃഖമാണ്. മക്കളില്ലാത്തതിനേക്കാൾ വലിയ ദുഃഖം ഇന്ന് മക്കളുള്ള ദുഃഖമായി മാറിയിരിക്കുന്നു. എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് ആളുകൾക്ക്. മക്കൾ മയക്കുമരുന്ന് അടിമപ്പെട്ടു പോയി. എൻ്റെ മകൾ 16 വയസ്സാ. കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട
കോട്ടയത്തുള്ള ഒരു മുസ്ലിം പയ്യനുമായിട്ട് ഒരു നായർ തറവാട്ടിലെ കുട്ടിയാണ്, അടുത്ത് അറിയപ്പെടുന്നൊരു കുട്ടിയാണ്, തറവാടാ. അപ്പോൾ ആ അച്ഛൻ നമ്മളെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ മോള് ഇങ്ങനെ ഒരു ട്രാപ്പിൽ കുടുങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് കുടുങ്ങിയത്? അത് അവർ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടതാണ്. ഇവളെ കയ്യിൽ നിന്ന് ഫോൺ ഇങ്ങോട്ട് വാങ്ങിയാൽ പിന്നീട് ഭ്രാന്ത് എന്ന രീതിയിൽ തല്ലിപ്പൊളിക്കലും പ്രശ്നങ്ങളൊക്കെയാണ്. എന്ത് ചെയ്യും? അത് കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊന്നും ശരിയാവില്ല, അത് കുറച്ച് സമയം പിടിക്കും, നിരന്തരം ചെയ്യണം. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ട് അങ്ങനെയുള്ള ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. വളരെ രസകരമായൊരു സംഭവം ഉണ്ടായിരുന്നു. പാലക്കാടുള്ള ഒരു MSc മാത്തമെറ്റിക്സിന് പഠിക്കുന്ന പെൺകുട്ടി കണ്ണൂരുള്ള ഒരാളെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടു. ഇയാൾ എന്താ ചെയ്തതെന്നറിയാം? അന്നാട്ടിലെ ഏറ്റവും സുന്ദരകുട്ടപ്പനായ ഒരു പുരുഷൻ്റെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചറായിട്ട് വെച്ചു കൊടുത്തു. അപ്പോൾ ഈ സുന്ദരിയായ പെൺകുട്ടി കരുതി ഇതാണ് എന്നെ സ്നേഹിക്കുന്ന കാമുകൻ എന്ന് കരുതി. അങ്ങനെ പ്രണയം ഇങ്ങനെ നീണ്ടുപോയി. കാമുകനെ കാണാൻ വേണ്ടി കാമുകി പാലക്കാട് നിന്ന് ട്രെയിൻ കയറി കണ്ണൂരിൽ വന്നിറങ്ങി. പത്രത്തിലുണ്ടായിരുന്നു കുറച്ച് കൊല്ലം മുമ്പാ, 2 കൊല്ലം മുമ്പാ. കാമുകൻ 10 മണിക്ക് എത്താൻ പറഞ്ഞതാ. കുട്ടി കൃത്യമായിട്ട് പാലിച്ചു. 9:30 എത്തി, അരമണിക്കൂർ മുമ്പ് എത്തി. 10 മണിയായി, കാമുകനെ കാണുന്നില്ല. 11 മണിയായി, കാമുകനെ കാണുന്നില്ല. വിളിച്ചു പോകുമ്പോൾ സ്വിച്ച് ഓഫ്. 12 മണിയായപ്പോൾ കുട്ടി അസ്വസ്ഥമായി. പോലീസ് പിടിച്ചു, ചോദ്യം ചെയ്തു, കാമുകൻ്റെ നമ്പർ വാങ്ങി. അങ്ങനെ സെർച്ച് ചെയ്ത് പോലീസ് കാമുകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. കാമുകനെ കണ്ടതും കാമുകി തലകറങ്ങി വീണു. 69 വയസ്സുണ്ടായിരുന്നു. അതുകൊണ്ട് ചിദാനന്ദപുരി സ്വാമികൾ എപ്പോഴും പറയും, നിങ്ങൾ കണ്ടവനെ പ്രേമിച്ചോ കേട്ടവനെ പ്രേമിക്കല്ലേ എന്ന്. ഇത് ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ ഇത് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും നമുക്ക് അറിയാൻ കഴിയില്ല. അവിടെയാണ് മക്കളില്ലാത്ത ദുഃഖം ദശരഥ മഹാരാജാനെ വല്ലാതെ അലട്ടി. അപ്പം ഗുരുനാഥനോട് ചോദിച്ചു, എനിക്ക് വല്ലാത്ത ടെൻഷൻ, ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഗുരുനാഥൻ പറഞ്ഞു, ഒന്ന് കാട്ടിലൊക്കെ പോയിട്ട് നായാട്ടമൊക്കെ ചെയ്തു വരൂ. അങ്ങനെ അദ്ദേഹം കാട്ടിൽ പോയി. നായാടാൻ മൃഗങ്ങളെ ഒന്നും കിട്ടിയില്ല. ഈ രാജാക്കന്മാർക്ക് മൃഗയാവിനോദുണ്ട്, ഒന്നുമില്ല, മൃഗങ്ങളെ അമ്പെയ്ത് കൊല്ലുക. അപ്പം ഇതെന്ത് തോന്നിയാസാണ്? മൃഗങ്ങളൊക്കെ അമ്പെയ്ത് കൊല്ലാൻ പാടുണ്ടോ? പിന്നെ സൈനികന്മാർക്ക് ഇത്തരം വിനോദങ്ങൾ വിധിച്ചിട്ടുണ്ട്. കാരണം അവർ മനുഷ്യരെ കൊല്ലേണ്ടവരാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായാൽ, 4 യുദ്ധം ഉണ്ടായിട്ടുണ്ട്, ഇനി യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടായാൽ ഇന്ത്യൻ സൈനികർ എന്താ ചെയ്യേണ്ടത്? പാകിസ്ഥാനിലെ സൈനികനെ കൊല്ലണം. അവൻ അവിടുത്തെ മനുഷ്യനാ, അല്ല അവിടുത്തെ പട്ടി പോത്തൊന്നുമല്ലല്ലോ അവിടുത്തെ സൈനികന്മാർ. അവൻ്റെ രാജ്യത്തിന് വേണ്ടി പടപൊരുതുന്ന മനുഷ്യനായ അവിടുത്തെ ജവാനെ നമ്മുടെ സൈനികന്മാർ 100 ആളെ ഒരു സൈനികന് വെടിവെച്ച് കൊന്ന് അയാൾ ഈ വളയനാട് പ്രദേശത്തുള്ളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഏത് സ്വീകരണമായിരിക്കും ഇവിടെ കൊടുക്കുക? ഇല്ല, ചെണ്ട വാദ്യഘോഷങ്ങൾ മുഴുവനുണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടും, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ താലപ്പൊലിയുമായിട്ട് നിങ്ങൾ കൂട്ടും. എന്താ അയാൾ ചെയ്തത്? 100 ആളെ കൊന്നു വന്ന, 100 മനുഷ്യന്മാരെ കൊന്നു വന്ന. നാട്ടിൽ ലീവിന് വന്നു ഇതേ പട്ടാൾക്കാരൻ. അയൽക്കാരനുമായിട്ടൊരു അതിഥി തർക്കം ഉണ്ടായി, കത്തിയെടുത്ത് കുത്തി കൊന്നു. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ വരെ സ്വീകരണം കൊടുക്കുമോ? ഇല്ല, ചിലപ്പോൾ കോടതി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കും. അപ്പം 100 ആളെ കൊന്നപ്പോൾ സ്വീകരണം, ഒരാളെ കൊന്നപ്പോൾ തൂക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്തിനു കൊന്നു എന്നുള്ളതാണ്. രാഷ്ട്രത്തെയും ധർമ്മത്തെയും പ്രജകളെയും രക്ഷിക്കുവാൻ വേണ്ടി ജവാന് ശത്രുവിനെ കൊല്ലണം, രാജാവിന് ശത്രുക്കളെ നിഗ്രഹിക്കണം. ക്ഷത്രിയനായ രാജാവാണ് ശക്തി കൊണ്ട് ധർമ്മത്തെ സംരക്ഷിക്കുന്നത്. ബ്രാഹ്മണനാണ് ദർശനം കൊണ്ട് ധർമ്മത്തെ സംരക്ഷിക്കുന്നത്. വിശ്വാമിത്ര മഹർഷിക്ക് വേണമെങ്കിൽ തൃക്കണ്ണിലെ അഗ്നി കൊണ്ട് താടകയെ കൊന്നുകളയാം. പക്ഷെ അത് വിശ്വാമിത്രൻ ചെയ്യേണ്ടതല്ല, അത് ചെയ്യേണ്ടത് രാജാവാണ്. അതുകൊണ്ടാണ് ദശരഥനെ തേടി വന്നത്, നിങ്ങളുടെ മോനൊന്ന് കൂടെ വിടണമെന്ന് പറഞ്ഞു. മക്കളില്ലാത്ത ദുഃഖം. അദ്ദേഹം കാട്ടിലേക്ക് പോയി, മൃഗങ്ങളൊന്നും വേട്ടാടാൻ കിട്ടിയില്ല. അന്ന് രാത്രി ഒരു മരത്തിൻ്റെ കൊമ്പിൽ കയറി കിടന്നുറങ്ങി. നേരം പുലരാറായപ്പോൾ ആന തുമ്പിക്കൈയിലൂടെ വെള്ളം കുടിക്കുന്ന ശബ്ദം ആര് കേട്ടു? രാജാവ് കേട്ടു. ഒന്നും ചിന്തിച്ചില്ല, ഒരു ബാണെടുത്തു, ഒരൊറ്റയും. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ്റെ ആർത്തനാദം, അയ്യോ അമ്മേ എന്നുള്ള ആർത്തനാദം. ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഇടനെഞ്ചിൽ തറച്ച അമ്പുമായി പിടയുന്ന ഒരു പാവം താപസകുമാരൻ. തൻ്റെ കുടത്തിലേക്ക് വെള്ളമെടുക്കുമ്പോൾ
ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുകയാണോ എന്ന് രാജാവ് തെറ്റിദ്ധരിച്ചു പോയതാണ്. മാപ്പ് പറഞ്ഞു. തെറ്റ് പറ്റിയാൽ ഏത് രാജാവും മാപ്പ് പറയണം. കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. താപസകുമാരൻ പറഞ്ഞു, രാജാവ് എനിക്ക് മനസ്സിലായി, പക്ഷേ എന്നെ ഒന്ന് മരിക്കാൻ അനുവദിക്കണം. നെഞ്ചിലാണ് അമ്പ് തറച്ചിരിക്കുന്നത്, അത്ര കഠിന വേദനയാണ്. ഒന്ന് വലിച്ചൂരി പെടഞ്ഞ് 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 താപസകുമാരൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെറിയൊരാവശ്യം പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും ഈ കാട്ടിൻ്റെ ഉള്ളിലാണ്, അവർക്ക് കണ്ണ് കാണില്ല, അതുകൊണ്ട് ഈ വെള്ളം അവർക്ക് എത്തിച്ചു കൊടുക്കണം. മരണത്തിൻ്റെ തൊട്ടു മുമ്പും കടമകളെ മറക്കാതിരിക്കുന്നു. മരണത്തിൻ്റെ തൊട്ടു മുമ്പും അച്ഛനെയും അമ്മയെയും മറക്കാതിരിക്കുന്നു. അതുകൊണ്ടാണ് അച്ഛനും അമ്മയും ഒന്നാമത്തെ ദൈവം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ദൈവം അമ്മയാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ എന്ന് പറയുമ്പോൾ കൺകണ്ട ദൈവങ്ങൾ അച്ഛനും അമ്മയുമാണ്, ജന്മം നൽകിയവരാണെന്ന് ഭാരതത്തിൽ നമ്മുടെ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് വെള്ളം കൊടുക്കണം. രാജാവ് വെള്ളവുമായിട്ട് ചെല്ലുന്നു. മകൻ്റെ പാദസ്പർശമല്ലെന്ന് മനസ്സിലാകുന്നു. ആരാണത്? ഞാൻ, ദശരഥൻ. അപ്പോൾ താപസൻ ചോദിക്കുകയാണ്, എൻ്റെ മകനെവിടെ? കാര്യങ്ങളൊക്കെ പറഞ്ഞു. അബദ്ധവശാൽ അങ്ങയുടെ മകൻ എൻ്റെ അമ്പേറ്റ് മരിച്ചു. അപ്പോൾ തന്നെ അമ്മ ബോധം കെട്ട് വീണുപോയി. ബോധമൊക്കെ വീണപ്പോൾ, ബോധമൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ കണ്ണു കാണില്ല, ഒന്ന് സ്പർശിക്കണം, അവൻ്റെ അരികിലെത്തണം. രണ്ടുപേരെയും നദിയുടെ തീരത്ത് കൊണ്ടുപോയി, എൻ്റെ മകനെ സംസ്കരിക്കൂ രാജാവേ. വിറക് കൊണ്ടുവന്ന് രാജാവ് ചിതയൊരുക്കി, ചിതയിൽ മകനെ വെച്ചു. ചിതയ്ക്ക് തീ കൊളുത്തി. അഗ്നി ഇങ്ങനെ, ജ്വാലകൾ ഇങ്ങനെ പടർന്നു കയറിയപ്പോൾ ഈ വൃദ്ധ താപസ ദമ്പതിമാർ പറഞ്ഞു, കണ്ണു കാണാത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ ഊന്നുവടിയായിരുന്നു ഞങ്ങളുടെ മകൻ. അവനില്ലാത്ത ലോകത്ത് ഞങ്ങൾക്ക് ഇനി ജീവിക്കേണ്ട, ഞങ്ങളിതാ മരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവർ തീയിൽ ചാടി മരിച്ചു. അതിനു മുമ്പ് ഒരു ശാപം കൊടുത്തേച്ചു. ദശരഥ, ഏതൊരു മോനെക്കുറിച്ചോർത്ത് ദുഃഖിച്ചാണോ ഞങ്ങൾ ഈ അഗ്നിപ്രവേശം ചെയ്യുന്നത്, അതുപോലെ ഒരു ദിവസം നീയും നിൻ്റെ മകനെ ഓർത്ത് ദുഃഖിച്ച് മരിച്ചു പോകും എന്നായിരുന്നു ശാപം. മക്കളില്ലാത്ത ദുഃഖത്തിന് ഒരു ശാന്തി കിട്ടാൻ വേണ്ടി കാട്ടിൽ വന്ന രാജാവ് ഒരു ഡസൻ ദുഃഖവുമായിട്ട് തിരിച്ച് കൊട്ടാരത്തിലെത്തി. രാജാവിൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ ഗുരു ചോദിച്ചു, എന്തു പറ്റി? കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഗുരു ചിരിക്കുകയാണ്. എനിക്ക് ശാപം കിട്ടിയിട്ട് ഗുരു ചിരിക്കുകയോ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും വിരോധമുണ്ടോ എന്നായി ദശരഥൻ. ദശരഥ, നിനക്ക് കിട്ടിയ ശാപം എന്താണ്? പുത്രദുഃഖത്താൽ മരിക്കുമെന്നതാണ് ശാപം. ആയതിനാൽ നിനക്ക് മകനുണ്ടാകുമെന്ന കാര്യം തീർച്ചയായും. ഇതാണ് വീഴ്ചകളെ അവസരങ്ങളാക്കുക എന്ന് പറയുന്നത്. ജീവിതത്തിൽ വീഴ്ചകളുണ്ടാവും. ഒരു കുടുംബജീവിതത്തിൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ, ഒരു കുടുംബനാഥൻ്റെ, കുടുംബനാഥയുടെ എല്ലാം ജീവിതത്തിൽ വീഴ്ചകളുണ്ടാവും, പോരായ്മകളുണ്ടാവും. കുഴിയിൽ വീഴുന്നത് തെറ്റല്ല, കുഴിയിൽ കിടക്കുന്നതാണ് തെറ്റ്. കുഴിയിൽ വീഴുന്നത് തെറ്റല്ല, പക്ഷെ ഇന്ന് വീണ കുഴിയിൽ നാളെയും വീഴുന്നതാണ് തെറ്റ്. അപ്പം അതുകൊണ്ട് തെറ്റുകൾ മനുഷ്യ സഹജമാണ്. പ്രായശ്ചിത്തം ദൈവികമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തെറ്റുകളൊക്കെ പറ്റിയേക്കാം, ആ തെറ്റുകൾ തിരുത്തണം. അതുകൊണ്ടാണ് വീഴ്ചകളെ അവസരങ്ങളാക്കുക. നമുക്കൊരുപാട് വീഴ്ചകൾ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടാവും. ചില ബിസിനസ്സൊക്കെ ചില ആളുകളെ പൊട്ടിയിട്ടുണ്ടാവും അല്ലേ, 2-3 പ്രാവശ്യമൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. പക്ഷെ 4ാമത്തെ പ്രാവശ്യം അത് വിജയിക്കും. അയാളുടെ അനുഭവങ്ങളാണ്. 15 ലക്ഷം രൂപ ബിസിനസ്സിൽ നഷ്ടമായി എങ്കിൽ അയാൾക്ക് 1.5 കോടി രൂപയുടെ അനുഭവം ഉണ്ടായി. ഞാൻ എന്ത് ചെയ്താൽ വിജയിക്കും, ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇങ്ങനെ വീഴ്ചകളെ അവസരങ്ങളാക്കൂ എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഋഷ്യസിംഹ മഹർഷി വന്നു, യാഗം നടത്തി. അവിടെ ദിവ്യമായ ഒരു ഔഷധക്കൂട്ട് കിട്ടി. അത് ദശരഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദശരഥൻ അത് ആദ്യം കൗസല്യക്ക് കൊടുത്തു. കൗസല്യ 1ാമത്തെ ഭാര്യ. വേണമെങ്കിൽ മുഴുവനും കുടിക്കാം, പക്ഷേ കാൽഭാഗം മാത്രം ഭക്ഷിച്ചു. 2ാമത്തെ ഭാഗം കൈകേയി കൊടുത്തു. ബാക്കിയുള്ളത് കൈകേയിക്ക് ഇപ്പോൾ വേണമെങ്കിൽ ആ 3/4 ഭാഗം കുടിക്കാം. കൈകേയി കാൽഭാഗം മാത്രം ഭക്ഷിച്ചു. 2 ഭാഗങ്ങൾ സുമിത്ര ഭക്ഷിച്ചു. ഇതാണ് ഷെയറിങ്. വീട്ടിൽ അച്ഛൻ ഓർ അമ്മ ഒരു ചോക്ലേറ്റുമായിട്ട് വന്നു. ഇളയ കുട്ടിയുടെ കയ്യിലാണ് പൊതുവേ കൊടുക്കുക, അല്ലെങ്കിൽ അവന് പ്രശ്നമാകും. അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ അതിൽ നിന്നൊരു പീസ് പൊട്ടിച്ചു. മൂത്ത കുട്ടിക്ക് കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നാളെ സ്വത്തിൻ്റെ പേരിൽ മക്കൾ കോടതി കയറി നിരങ്ങില്ല. ഷെയറിങ്.
ഒരു മിഠായി പോലും ഷെയർ ചെയ്യുന്നു എന്ന മനോഭാവത്തിലേക്കും പ്രവൃത്തിയിലേക്കും നമ്മുടെ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി മക്കളെ പരിശീലിപ്പിക്കണം. അതുകൊണ്ട് പലപ്പോഴും വീട്ടിൽ വരുമ്പോൾ ചോക്ലേറ്റ് കൊടുക്കുന്നു എങ്കിൽ ഒരു ചോക്ലേറ്റ് കൊണ്ടുവരൂ. എന്നിട്ട് പറയണം, 3 മക്കളാണ്, അച്ഛനുണ്ട് അമ്മയുണ്ട്, 5 പീസാക്കൂ. എന്നിട്ട് എല്ലാവരും ഓരോ ചെറിയ പീസ് കഴിക്കൂ. എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നീ കഴിക്കൂ. നീയാണ് ഈ കുടുംബത്തിൽ. അങ്ങനെ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പ്രശംസിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പതുക്കെ പതുക്കെ അത് കുട്ടിയുടെ ശീലമായി തീരും. പതുക്കെ പതുക്കെ സമയം പിടിക്കും. നിങ്ങളൊരു ചോക്ലേറ്റ് കൊണ്ടുവരൂ, പരീക്ഷിക്കൂ. 2ആയിട്ട് ഒരു പാതി നീ തന്നെ നിന്റെ ചേച്ചിയുടെ വായിൽ വെച്ച് കൊടുക്കണം, പറയണം. ഇങ്ങനെ പരിശീലിപ്പിച്ച് ഷെയറിങ്. ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യമാര് മന്ദരെ കാണുന്നതിന് മുമ്പ് എന്തൊരു ഡീസൻ്റ് ആയിരുന്നു കൈ. ചില ആളുകളെ ജീവിതത്തിൽ കാണരുത്, നമ്മുടെ ജീവിതം തകർന്നു പോകും. ചില ആളുകളുമായിട്ട് ജീവിതത്തിൽ ബന്ധം പുലർത്തരുത്, ജീവിതം ഒന്നുമല്ലാതായി പോകും. ചില ആളുകളെ ജീവിതത്തിൽ കാണണം, ജീവിതത്തിൽ അതൊരു വഴിത്തിരിവായിരിക്കും. ചില ആളുകൾ വീട്ടിൽ വന്നാൽ നമ്മൾ പറയും അയാൾ വന്നിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും. ചില ആളുകൾ വീട്ടിൽ വന്നാൽ നമ്മൾ പറയും ഈ സാധനം ഇനിയൊരിക്കലും വരാതിരുന്നെങ്കിൽ എന്ന്. വന്നുടനെ പറയും വീട്ടിൻ്റെ മുഖം ഇങ്ങോട്ടല്ല വേണ്ടതെന്ന് പറയട്ടോ. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ? 1.5 കോടി രൂപ ചിലവിൽ ഓൾറെഡി വീടുണ്ടാക്കി. അപ്പോൾ ഇയാൾ പറയാണ് വീടിൻ്റെ മുഖം ഇങ്ങോട്ടല്ല വേണ്ടത്. ദോഷൈക ദൃക്കുകൾ. അപ്പം കൈയെ കാണുന്നതിന് മുമ്പുള്ള മന്ദരയെ കാണുന്നതിന് മുമ്പുള്ള കൈകയും മന്ദരയെ കണ്ടതിന് ശേഷമുള്ള കൈകയും 2ആയി തീർന്നു. മന്ദരയെ കാണുന്നതിന് മുമ്പ് കൈയ്യേക്കുള്ളിലെ ദൈവിക വികാരങ്ങൾ പ്രകാശിച്ചു കൊണ്ടേയിരുന്നു. നമുക്ക് 3 ഗുണങ്ങളാണ് നമ്മളിലുള്ളത്: ദൈവിക ഗുണങ്ങൾ, മാനുഷിക ഗുണങ്ങൾ, ആസുരിക ഗുണങ്ങൾ. ഒസാമ ബിൻ ലാദൻ്റെ ഉള്ളിൽ നിന്ന് ടോട്ടലി ആസുരിക ഗുണങ്ങൾ പുറത്തേക്ക് വന്നു. ഗോവിന്ദസ്വാമിയുടെ ഉള്ളിൽ നിന്ന് ടോട്ടലി ആസുരിക ഗുണങ്ങളാണ് പുറത്തേക്ക് വന്നത്. ഈ സമാജത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന നന്മയുള്ള സംഘാടകന്മാർ, മനുഷ്യന്മാരുണ്ട്. മനുഷ്യ ഗുണത്തിൻ്റെ പരമാവധി വന്നിരിക്കുന്നു. എന്നാൽ ദൈവിക ഗുണം ചിലരിൽ നിന്ന് പുറത്തേക്ക് വരും. അവരുടെ കാൽക്കിൽ ലോകം വന്ന് വീഴും. അമൃതാനന്ദമയി ദേവിയായി മാറും, സത്യസായി ബാബയായി മാറും, ഭഗവാനായി മാറും, ശ്രീ ശ്രീ രവിശങ്കറായി തീരും, നാണുവാശാൻ ശ്രീനാരായണ ഗുരുദേവനായി തീരും, കണക്കെഴുത്ത് പിള്ള ചട്ടമ്പി സ്വാമി തിരുവടികളായി മാറും, വെറുമൊരു കാളി മഹാത്മാ അയ്യങ്കാളിയായി മാറും. എങ്ങനെയാണ്? അവരുടെ ഉള്ളിലെ ദൈവിക ഗുണങ്ങളെ ഉണർത്തുമ്പോൾ അവരുടെ കാൽക്കീഴിൽ ലോകം വന്ന് വീഴും. മാനുഷിക ഗുണങ്ങളെ ഉയർത്തുമ്പോൾ സമാജത്തിൽ ഏറ്റവും നല്ല മനുഷ്യനെന്ന് സമാജം നമുക്ക് സർട്ടിഫിക്കറ്റ് തരും. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ, സൂപ്പർ ഒരു മനുഷ്യനാണ് എന്ന് പറയും. ആസുരിക ഗുണങ്ങൾ വളർത്തുമ്പോൾ അവനെ കാണുമ്പോൾ വാതിലടക്കുന്നതാണ്. അങ്ങനെ ചില ആളുകളില്ലേ നമ്മുടെ നാട്ടിൽ, അതിലൂടെ പോകുമ്പോൾ വാതിൽ കുട്ടിയടക്കുന്നു. അപ്പം ഇതെല്ലാം ഒരേ മനുഷ്യന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയിലെ 16-ാമത്തെ അധ്യായമുണ്ട്, ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗം എന്നാണ് അതിൻ്റെ പേര്. ഒരു മനുഷ്യൻ്റെ 26 ദൈവിക ഗുണങ്ങളെക്കുറിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നു. സമയം കിട്ടുമ്പോൾ വായിക്കണം. പൂജാമുറിയിലാണ് ഭഗവത്ഗീത വെച്ചെങ്കിൽ അവിടെ നിങ്ങൾ ബാലരമ പൂമ്പാറ്റമൊക്കെ വെച്ചോളൂ, അതിങ്ങോട്ട് എടുക്കൂ. ഇതൊക്കെ പഠിക്കാനുള്ളതാ. ഭാഗവതം കേൾക്കണം, രാമായണം വായിക്കണം, ഭഗവത്ഗീത പഠിക്കണം. ഭഗവത്ഗീത പഠിച്ചില്ലെങ്കിൽ പെട്ടെന്ന് സാരം മനസ്സിലാവില്ല. രാമായണം നന്നായിട്ട് മനസ്സിരുത്തി വായിച്ചാൽ കാര്യം മനസ്സിലാവും. ഭാഗവതം കേട്ടാൽ മനസ്സിലാവില്ലേ? അതുകൊണ്ടാണ് ഭാഗവത സപ്താഹയജ്ഞം. 7 ദിവസം ഭാഗവതം കേൾക്കണം. പക്ഷെ ഭാഗവതത്തിൽ ഉച്ചക്ക് മാത്രമേ ആളുണ്ടാവുള്ളൂ. അതാണ് എൻ്റെ ഒരു കുഴപ്പം. ഭാഗവതം കേൾക്കാൻ കുറച്ച് ആളുകളെ ഉണ്ടാവും അല്ലേ? നല്ലത്. അപ്പം അവിടെയാണ് ദശരഥ മഹാരാജാവ് നമ്മളെ പഠിപ്പിക്കുന്ന, ഈ 3 ഭാര്യമാർ പഠിപ്പിക്കുന്നു ഷെയറിങ്. യഥാകാലം ഗർഭം ധരിച്ചു. കൗസല്യക്ക് രാമനുണ്ടായി, കൈകേയിക്ക് ഭരതനുണ്ടായി. 2 ഭാഗം ഭക്ഷിച്ചതുകൊണ്ടോ എന്തോന്നറിയില്ല, സുമിത്രയ്ക്ക് ഇരട്ട കുട്ടികൾ, ലക്ഷ്മണനും ശത്രുഘ്നനും. 4 മക്കൾ. ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച രാജാവിന് 4 ലോട്ടറി അടിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ 4 സുന്ദര കുട്ടപ്പന്മാർ, 4 മക്കൾ. ഇവർക്ക് 3 പഠനം നൽകി. മക്കൾക്ക് നൽകേണ്ട 3 പഠനം: അസ്ത്ര ശസ്ത്ര വേദ പഠനം.
ഇതെന്ത് ഈ അസ്ത്രശസ്ത്രം? കയ്യിൽ പിടിച്ചുപയോഗിക്കുന്ന ആയുധങ്ങൾ ശസ്ത്രം, ദൂരെ നിന്ന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അസ്ത്രം. വേദം അറിവ്, അറിവ് കൊടുത്തു. അറിവ് എന്തിനാ? ധർമ്മത്തെ നിലനിർത്തുവാൻ. ശക്തി എന്തിനാ? അതും ധർമ്മത്തെ നിലനിർത്തുവാൻ. നിങ്ങൾക്ക് മഹാവിഷ്ണുവിനെ ആരാധിക്കുവാൻ കഴിയണമെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ നോക്കണം. ഒരു കയ്യിൽ ശംഖ്, ശംഖൊരു ജലജീവിയാണ്. മാംസം അങ്ങോട്ട് മാറ്റി ശംഖൂതിയപ്പോൾ ഓങ്കാരം പുറത്തേക്ക് വന്നു. ഓം ഏകാക്ഷരം ബ്രഹ്മ, പ്രണവാകാരം വേദാന്തം. ശംഖ് പരമമായ അറിവാണ്, വേദമാണ്. രണ്ടാമത്തെ കയ്യിൽ ഏത് ദൂരെയുള്ള ശത്രുവിൻ്റെയും കഴുത്തറക്കുവാൻ കഴിയുന്ന അസ്ത്രം, സുദർശന ചക്രം. മൂന്നാമത്തെ കയ്യിൽ ഏത് പ്രതിസന്ധികളെയും തച്ചുടയ്ക്കുന്ന ഗദ, അത് ശസ്ത്രം, അസ്ത്രം ശസ്ത്രം. നാലാമത്തെ കയ്യിൽ താമര. താമര എവിടെ വളരുന്നത്? ചെളിയിൽ. ചെളിയിൽ വളരുമ്പോഴും പൂജാപുഷ്പങ്ങളിൽ ഒന്നാമൻ താമരയാണ്. ചെളിയുടെ യാതൊരു ദുർഗുണങ്ങളും താമരയെ സ്പർശിക്കുന്നതുമില്ല. മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ കയ്യിലെ പത്മം കാണിച്ചു കൊടുത്തിട്ട് മോനോട് മോളോട് പറയണം, നിന്റെ കൂട്ടുകാര് മയക്കുമരുന്ന് ഉപയോഗിക്കട്ടെ, നിന്റെ കൂട്ടുകാര് സോഷ്യൽ മീഡിയ പ്രേമത്തിൽ ഉൾക്കൊള്ളുകൊള്ളട്ടെ, നിന്റെ കൂട്ടുകാര് മൊബൈൽ കൊണ്ട് കളിച്ചു കൊള്ളട്ടെ. പക്ഷേ നിന്റെ സഹവാസം ഇവരൊക്കെ ആണെങ്കിലും നീ താമര പോലെ ആയിരിക്കണം. ചെളിയിൽ വളരുമ്പോഴും ചെളിയുടെ യാതൊരു സ്മെല്ലും ദുർഗന്ധവും ചെളിയുടെ ഗുണങ്ങളും താമരയിലില്ല. പൂജാപുഷ്പങ്ങളിൽ ഒന്നാമരായി താമര വിലസുന്നത് ചെളിയിൽ വളർന്നിട്ടുമെന്ന് പറയുമ്പോൾ ഓരോന്നോരോ തത്വങ്ങളാണ്. അങ്ങനെ അസ്ത്രശസ്ത്ര വേദ പഠനം 4 മക്കൾക്കും നൽകി മക്കളെ വളർത്തി വലുതാക്കി ധീരന്മാരാക്കി വളർത്തണം. പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ പഠിപ്പിക്കണം. നമ്മുടെ കുട്ടി ഇപ്പോൾ 10 വയസ്സാണ്. നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് എത്ര വയസ്സാണ്? 10 വയസ്സ്. അവൻ ഇംഗ്ലീഷ് മീഡിയം, നമ്മുടെ ഈ സിറ്റിയിൽ ഏറ്റവും മികച്ച നിലവാരമുണ്ടെന്ന് നാം വിധി എഴുതിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 5ാം ക്ലാസ്സിലാണ് നമ്മുടെ കുട്ടി പഠിക്കുന്നത്. അവന് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം വീട്ടിൽ വരുമ്പോൾ അവന് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, അവന് നന്നായിട്ട് മാത്തമെറ്റിക്സ് അറിയാം, എല്ലാം അറിയാം. പക്ഷേ ഒരു ദിവസം അവൻ വീട്ടിൽ വരുമ്പോൾ അവനെ കടിക്കാൻ വേണ്ടി ഒരു പേപ്പട്ടി ഓടി വരികയാണ്. ഇപ്പം എന്ത് ചെയ്യണം? പേപ്പട്ടി കുട്ടിയെ കടിക്കാൻ വേണ്ടി ഓടി വരികയാണ്. അവൻ ആ നഗരത്തിലെ ഏറ്റവും വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടിയാണ്. ഇത് പേപ്പട്ടിയോട് പറഞ്ഞാൽ മതിയോ ഞാൻ ഇന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടിയാണെന്ന്? പേപ്പട്ടി 100 മീറ്റർ അകലെ എത്തിക്കഴിഞ്ഞു. കുട്ടി ഇവിടെ നിൽക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ പേപ്പട്ടി ഇപ്പം കടിയും. പേപ്പട്ടി കടിച്ച് ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ പേയിളകി മരിക്കും. ഈ റീസെൻ്റായിട്ട് 2 കുട്ടികൾ മരിച്ചു അല്ലേ? പേയിളകി മരിക്കുക ലോകത്തിലെ ഏറ്റവും വിനാശകരമായൊരു മരണമാണ്. അപ്പം നമ്മുടെ 10 വയസ്സുകാരനായ കുട്ടി ഇതാ പേപ്പട്ടി കടിക്കാൻ വരുന്നു. അവൻ പഠിച്ച ഒരു കെമിസ്ട്രിയും ബയോളജിയും, അവനറിയാവുന്ന ലാംഗ്വേജിൻ്റെ പ്രാവീണ്യവും, അവൻ പഠിച്ച അവൻ്റെ അച്ഛനാരമ്മയാര്, അവൻ്റെ അച്ഛന് ബാങ്കിൽ എത്ര പൈസ ഡെപ്പോസിറ്റ് ഉണ്ട്, ഇതൊന്നും അവന് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ ഉപകരിക്കില്ല. 3 കാര്യങ്ങൾ അറിയണം. 1, ശക്തമായി മനസാന്നിധ്യത്തോടുകൂടി ഓടാൻ കഴിയണം, അല്ലെങ്കിൽ പേപ്പട്ടിയേക്കാൾ വേഗതയിൽ ഓടാൻ കഴിയണം. പേപ്പട്ടിയുടെ വേഗതയിൽ അതിൽ കുറച്ചോടിയിട്ട് കാര്യമില്ല, പേപ്പട്ടി ഓടി വന്ന് കടിയും. പേപ്പട്ടിയേക്കാൾ വേഗതയിൽ ഓടാൻ അറിയണം, അല്ലെങ്കിൽ തൊട്ടടുത്ത മരത്തിൽ കയറാൻ അറിയണം. പേപ്പട്ടി മരത്തിൽ കയറില്ല. തൊട്ടടുത്ത മരത്തിൽ കയറാൻ അറിയണം, അല്ലെങ്കിൽ തൊട്ടടുത്ത കുളത്തിൽ ചാടണം. പേപ്പട്ടി വെള്ളം തൊടില്ല. കുളത്തിൽ ചാടുന്നതിന് മുമ്പ് നീന്താൻ അറിയാമോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുമാണ്. നീന്താൻ അറിഞ്ഞില്ലെങ്കിൽ പേപ്പട്ടി കടിക്കുന്നതിന് പകരം വെള്ളത്തിൽ മുങ്ങിയിട്ട് ചത്തുപോകും. അങ്ങനെയെങ്കിൽ അടുത്തൊരു കുളമുണ്ട്. നമ്മുടെ കുട്ടിയെ 9ാമത്തെ വയസ്സിൽ നന്നായി നീന്താൻ പഠിപ്പിച്ചു. പേപ്പട്ടിയെ കണ്ടപ്പോൾ ഉടനെ അവൻ കുളത്തിലേക്ക് ചാടി. പേപ്പട്ടി പോയി കുളത്തിൽ നിന്ന് കയറി. അവൻ നേരെ നനഞ്ഞൊട്ടിയ വസ്ത്രമായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. അമ്മ അത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു. സിമ്പിൾ. കുട്ടിയെ നീന്താൻ പഠിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ പേരാണ് വിജ്ഞാനം. ഒരു പ്രതിസന്ധി ഘട്ടത്തിലും മറന്നു പോകാത്തത്, ജീവിതാന്ത്യം വരെ കൂടെ ഉണ്ടാകുന്നത്,
കൊടുത്താലും കൊടുത്താലും തീരാത്തത്, കൊടുക്കുന്തോറും